അസ്സലാമു അലൈക്കും യെസ്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ വളരെ ഇന്ത്യയിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പരസ്പരം സഹകരിച്ച് സ്നേഹത്തോടെ നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ ഈ ഒരു സമയത്ത് പോലും ഇതിനെ ഈ ഒരു സിറ്റുവേഷനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അതൊന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയത ജനങ്ങൾക്കിടയിലേക്ക് ഇളക്കി വിടുന്ന വിഷം വമിപ്പിക്കുന്ന വാക്കുകളും പോസ്റ്ററുകളുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ചില കമൻറ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഷെയറുകൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, വീഡിയോകൾ, ഇത്തരം വിഷങ്ങൾ, ഇത്തരം സർപ്പങ്ങൾ അവർ ഈ സമയത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടുന്ന അവസ്ഥയിൽ അവന്മാർ ഇറങ്ങി ഓടുകയാണ്. നാട്ടിൽ മൊത്തം പരന്നു കിടക്കുകയാണ്, വിഷം വമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്തരം ആളുകളുടെ ഇടയിലേക്ക് സാധാരണക്കാരായ ആളുകൾ പോകുന്ന സമയത്ത് വിഷം ഏൽക്കും എന്നുള്ളതാ. എത്ര സാധാരണക്കാരനായ വ്യക്തിയെ പോലും സ്വാധീനിക്കുന്ന വിധത്തിലുള്ള വർഗീയത വമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ. ആരിഫ് ഹുസൈൻ്റെ ഒക്കെ നിങ്ങളെ പോസ്റ്റ് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അവന് സന്തോഷിക്കാൻ ഉള്ളുകൊണ്ട് ഒരു മനുഷ്യനെ ഒരിക്കലും ഈ സമയത്ത് എങ്ങനെ ഇയാളെ പോലുള്ളവനൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ പരസ്പരം നമ്മൾ എന്താ പറയേണ്ടത്? ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് സുരക്ഷിതത്വം അത് തീർച്ചയായിട്ടും ഭരണാധികാരികൾ, ഇപ്പോൾ നമുക്ക് ഉമറുല്ലാവിൻ്റെ ഒരു ചരിത്രം ബന്ധപ്പെട്ട് നമുക്ക് അറിയാം. അതായത് ഒരു ആട്ടിൻകുട്ടി പോലും ചത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സിവിലിയൻസ് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ വളരെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ വീഴ്ച സംഭവിച്ച സമയത്ത്, ഭരണാധികാരികളായ ആളുകളുടെ വീഴ്ച സംഭവിച്ച സമയത്ത്, ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ആളുകളുടെ വീഴ്ച സംഭവിച്ച സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആ ഒരു ഭീകരവാദികൾക്കെതിരെ നിൽക്കുന്ന സമയത്ത് പോലും വിഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ സമയം ഉപയോഗിക്കാൻ അവരുടെ വരുമാന മാർഗം എന്താണെന്നറിയോ? അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെയുള്ള നുണകൾ പ്രചരിപ്പിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ആളുകൾ പണിക്കൊന്നും പോവാറില്ല, സ്കില്ലില്ല, പണിക്ക് പോകാനുള്ള അവധിയില്ല, പണിക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ല, കുടുംബം നോക്കാനുള്ള കഴിവില്ല, കുടുംബം നോക്കാറില്ല, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത അവർക്കില്ല. അപ്പോൾ മറ്റുള്ള ആളുകൾ നശിച്ചാലും വേണ്ടില്ല എൻ്റെ വയറ് നിറയണം എന്നുള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുക എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണക്കാരെ നമ്മൾ ഈ വീട് ചെയ്യുന്നത് മൊത്തത്തിൽ ബുദ്ധിയും വിവേകവും വിവരവുമുള്ള സാധാരണക്കാരായുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഏതെങ്കിലും ഒരുത്തൻ തൻ്റെ മനസ്സിൽ വർഗീയത കൊണ്ടും വിദ്വേഷം കൊണ്ടും തീവ്രവാദ ചിന്ത കൊണ്ടും നടക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, ഇറങ്ങി പോവാ, ഇപ്പൊ തന്നെ പോയിക്കോ. ഇത് താഴെ കമന്റ് എടുത്ത് തെറി വിളിക്കാൻ നിൽക്കണ്ട, തെറി വിളിച്ചിട്ട് വേണേൽ ഓടിപ്പോയിക്കോ, പോയി പ്രശ്നമല്ല. പക്ഷെ നേരെ മറിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തലക്കകത്ത് വെളിവുള്ള, പരസ്പരം സ്നേഹിക്കുന്ന, സഹകരണമുള്ള ആളുകൾ ഇരുന്നാൽ മതി. അതിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടോ. ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം തീവ്രവാദികളുടെ, വിദ്വേഷികളുടെ, വർഗീയവാദികളുടെ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല അത്. ഇനി നമ്മൾ ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ വന്നത് സത്യത്തിൽ ഈ ആക്രമണങ്ങൾ പല സമയങ്ങളിൽ നടന്നു. ഇപ്പൊ കേരളത്തിൽ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസി ആണ്, അയാൾ അറിയപ്പെടുന്നത്. അപ്പൊ അയാൾ ബോംബ് സ്ഫോടനം നടത്തി കേരളത്തിൽ കളമശ്ശേരിയിൽ ഒരുപാട് ആൾ കൊല്ലപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇപ്പൊ ഈ നടന്ന സാഹചര്യത്തിന്റെ ബേസിൽ ആ സാഹചര്യത്തെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം ഉദ്ദേശം ഉണ്ടല്ല. പക്ഷേ ആ സമയത്തുള്ള മിസ്യൂസുകളെ കുറിച്ച് സംസാരിക്കുകയും നമ്മളുടെ മൊത്തത്തിൽ നിലപാട് എന്തായിരിക്കണം എന്ന് പറയാനുള്ള നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നിലപാട് എന്തായിരിക്കണം? നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി അടിയറവ് വെക്കാനുള്ളത് മാത്രമാണോ നമ്മുടെ നിലപാട്? ചില സമയങ്ങളിൽ മാത്രം പൊന്തി വരുന്ന വിദ്വേഷങ്ങളും ചില സമയത്ത് മാത്രം പൊന്തി വരുന്ന സ്നേഹവും, രാജ്യസ്നേഹവും, സഹജീവികളുടെ സ്നേഹവും മാത്രമായിരിക്കണോ നമ്മളുടെ ഈ ഒരു ഈ ഒരു നിലപാട്? ചില സമയത്ത് മാത്രം ഒരു സ്നേഹം, ഒരു സ്ഥലത്ത് ഒരു കുട്ടി മരിച്ചു വീഴുമ്പോൾ സന്തോഷം, മറ്റൊരു സ്ഥലത്ത് കുട്ടി മരിച്ചു വീഴുമ്പോൾ സങ്കടം. അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ആ വിഷയങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചെന്നായ്ക്കള്, ഇരട്ടത്താപ്പുള്ള ചെന്നായ്ക്കള്, ഇപ്പൊ ഈ വിദ്വേഷം ആഘോഷിക്കുന്ന ചെന്നായ്ക്കള്, അത്തരം ആളുകളെ കുറിച്ച് സംസാരിക്കുന്ന വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഫാസിൽക്ക, അപ്പോൾ എന്താണ് തീവ്രവാദം എന്നുള്ള വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇസ്ലാമിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഇവന്മാർ ഈ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രം ഇപ്പോ പാകിസ്ഥാനി തീവ്രവാദികൾ എന്തെങ്കിലും ചെയ്ത് നമ്മളുടെ തലയ്ക്ക് എടുക്കേണ്ട ആവശ്യം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ പറയുന്നത് എന്താണെന്ന് മൊത്തത്തിൽ എന്തായിരിക്കണം, എങ്ങനെയാണ് നിലപാട് മൊത്തത്തില്. സിവിലിയൻസിനെ കൊല്ലുക എന്നുള്ളത് ഭീകരവാദ പ്രവർത്തനമാണെന്നുള്ള വിഷയത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇസ്ലാമികമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സത്യാന്വേഷികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ 2 ആയത്ത് ഉദ്ധരിക്കാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ആ ആയത്ത് ഇത്ര മാത്രമാണ്. ആയത്ത് ഞാനൊന്ന് ഉദ്ധരിച്ചു തരാം. സിവിലിയൻസിനോട് നമ്മുടെ നിലപാട് എന്തായിരിക്കും? യുദ്ധമുഖത്ത് പോലും ശത്രു സൈന്യത്തിലെ ഭടന്മാരെയാണ് ഇസ്ലാം കൊല്ലാൻ അനുവദിച്ചിട്ടുള്ളത്. സിവിലിയൻസിനോട് പൊതുവെ ഇസ്ലാമിക രാജ്യത്താണെങ്കിലും അനിസ്ലാമികമായ രാജ്യത്താണെങ്കിലും മതേതരമായ ഭരണകൂടത്തിലാണെങ്കിലും ഇതര മതസ്ഥരായ മുഴുവൻ ആളുകളോടും ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു ആയത്താണ്. ആ ആയത്ത് ഞാൻ ഉദ്ധരിച്ചിട്ട് എന്റെ അർത്ഥം പറയാം. ഓക്കെ, 60-ാം അധ്യായം സൂറത്തുൽ മുംതഹനയിലെ ആയത്താണിത്, 8-ാമത്തെ ആയത്ത്. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. പിന്നെ അർത്ഥം ഇത്ര മാത്രമാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? വോയിസ് ക്ലിയർ അല്ലേ? അർത്ഥം ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു വിരോധിക്കുന്നേയില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതായത് നമ്മളോട് യുദ്ധത്തിന് വരുന്ന ആളുകളോട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുന്നവരോട് നിങ്ങൾ എന്താണ് നന്മ കാണിക്കണം എന്നാ. അപ്പൊ അതിന്റെ നേരെ നെഗേഷൻ എന്താണ്? നിങ്ങളോട് നന്മ കാണിക്കേണ്ടത് മുഴുവൻ പൗരന്മാരോടാണ്. നമ്മളോട് യുദ്ധം ചെയ്യാൻ, നമ്മളോട് ശത്രുത കാണിക്കാൻ വരാത്ത മുഴുവൻ അവിശ്വാസികളോടും നന്മ കാണിക്കാനാണ് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നത്. മറ്റൊരു ആയത്ത് കൂടി ഞാൻ പറയാം. സൂറത്ത് മാഇദയിലെ 32-ാമത്തെ ആയത്താണ്. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല നാസ ജമിഅ. മൻ ഖത്തല നഫ്സൻ, ഒരു നഫ്സിനെ കൊലപ്പെടുത്തിയാണ്. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ കൊന്നതിന് പകരമായോ മറ്റോ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്ന, നഫ്സ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ, ഖത്തല നാസ ജമിഅ എന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നാസ ജമിഅ, മുഴുവൻ മനുഷ്യനെയും കൊന്ന പോലെയാണ് അവൻ. അതേ ആയത്തിൽ തന്നെ തുടർച്ചയായിട്ട് പറയാണ്, ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ, അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ സകല മനുഷ്യരെയും രക്ഷിച്ച പോലെയാണ്. അപ്പൊ ഇസ്ലാം ഇതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഭ്രാന്തന്മാർ എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതേ ഖുർആൻ പിടിച്ചുകൊണ്ടാ പറഞ്ഞത്, ഇതാ ഖുർആനാണ് ഇതിന് കാരണം, ഖുർആൻ നിരോധിക്കണം, ഖുർആനാണ് പ്രശ്നം, റസൂലുള്ളയാണ് പ്രശ്നം. എടോ ചങ്ങാതി, ഖുർആൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നീന്മ കാണിക്കണം, നീതി കാണിക്കണം, അക്രമം അരുത്. ആക്രമിക്കാൻ വന്ന ആളുകളോട് തിരിച്ച് പൂമാലിട്ട് കൊടുക്കണം എന്നൊരു പ്രാക്ടിക്കലായ പ്രത്യയശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആക്രമിക്കാൻ വരുന്നതിനെ പെരടിക്ക് വെട്ടാൻ തന്നെ പറയണം. ആക്രമിക്കാൻ വരുന്നതിന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആക്രമിക്കാൻ വന്ന യുദ്ധമുഖത്ത് പെരടിക്ക് വെട്ടാൻ കൽപ്പനയുണ്ട്, ഉള്ളത് തന്നെയാണ്. അതേസമയം യുദ്ധമുഖത്തല്ലാത്ത, നമ്മളോട് ശത്രുതയില്ലാത്ത, നമ്മളോട് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാത്ത മുഴുവൻ ആളുകളോടും നന്മ കാണിക്കാനാണ് പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഒറ്റ ഹദീസ് കൂടി പറഞ്ഞാൽ ഈ ഒരു അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ലൈസ മിന്നാ മിൻ അസബിയത്തിൻ മൻ ഖാത്തല ഇലാ അസബിയത്തിൻ. അതിനകത്തുള്ള അർത്ഥം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്ന് വെച്ചാൽ വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവരും വർഗീയതക്ക് വേണ്ടി മരിക്കുന്നവരും വർഗീയതക്ക് വേണ്ടി കൊല്ലപ്പെടുന്നവരും ലൈസ മിന്ന, അവൻ എന്നിൽപ്പെട്ടവനല്ല. അല്ലെ? സിമിലർ ആയിട്ടുള്ള ഒരുപാട് ആയത്തുകളുണ്ട്, ഒരുപാട് ഹദീസുകളുണ്ട്. വളരെ കൃത്യമായിട്ട് ഹലക്കൽ മറ്റേ തീവ്രവാദി നശിക്കട്ടെ എന്ന് പറഞ്ഞ സംഭവമുണ്ട് റസൂലുള്ളാഹ്. അതേപോലെ തന്നെ അനിസ്ലാമികമായ ഭരണകൂടത്തിൽ ഒരു മുസ്ലിമിനോട് കാണിക്കേണ്ട ഇസ്ലാമികമായ ഭരണകൂടത്തിനകത്ത് ഒരു അമുസ്ലിമിനോട് നമ്മൾ കാണിക്കേണ്ട നീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹദീസുകളുണ്ട്. വ്യക്തമായിട്ട് തന്നെ ഏത് രൂപത്തിലാണ് ഒരു അമുസ്ലിമിനോട് നീതി കാണിക്കേണ്ടത് പഠിപ്പിച്ചു തന്നൊരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിനെയാണ് ഇവരെ കുറ്റപ്പെടുത്തുന്നത്. എന്തിന്? ഏതെങ്കിലും ഭ്രാന്തന്മാർ എവിടെങ്കിലും പോയി ബോംബ് പൊട്ടിച്ചതിന്. അപ്പോ ഇസ്ലാമിന്റെ ഒരു സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു. ഇനി ബാക്കി വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ഞാനേ ഇപ്പൊ ഫാസിലൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു സ്റ്റാൻഡ് പറയാതെ മുന്നോട്ട് പോകുന്നത് ഔചിത്യബോധമുള്ള കാര്യമല്ല. അതുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞത്. അപ്പൊ ഏതൊരു ഭ്രാന്തന്മാർ എന്തെങ്കിലും ചെയ്തത് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യവും നമുക്കതിന് കണ്ടം ചെയ്യേണ്ട ആവശ്യവും നമുക്കില്ല. കാരണം
ഏതെങ്കിലും ഭ്രാന്തന്മാർ ചെയ്താൽ ആ ഭ്രാന്തന്മാരോട് പോയി ചോദിക്കുക, വണ്ടി എടുത്ത് പോവുക, അവരോട് പോയി ചോദിക്കുക എന്നല്ലാതെ നമ്മളോട് ചോദിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ആരും ഇവിടെ മാർട്ടിൻ ഒരു കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടത്തിയ സമയത്ത് അപ്പുറത്തെ വീട്ടിലത്തെ ക്രൈസ്തവന്റെ വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ടില്ല. ഒരു ക്രൈസ്തവ യൂട്യൂബ് ചാനൽ അടിയിൽ ഒരു കമന്റ് അടിച്ചിട്ടില്ല എന്ന് ഉത്തരം പറയണം എന്ന് പറയേണ്ട അതിന്റെ ആവശ്യം എനിക്കില്ല. പക്ഷെ നമ്മൾ ഒരു മനുഷ്യനാണ്, ഒരു സമൂഹ ജീവിയാണ്, മുസ്ലിമാണ്, പ്രത്യേകിച്ച് മുസ്ലിമാണ് എന്ന നിലയിൽ നമുക്ക് നമ്മളുടെ സ്റ്റാൻഡ് എപ്പോഴും പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ട്, പേടിയില്ല വിഷയത്തിൽ. നമ്മളെ സ്റ്റാൻഡിങ്, ഈ സ്റ്റാൻഡ് ഞാൻ പറയുന്ന സ്റ്റാൻഡ് ഫാസിലേക്ക് പറഞ്ഞാലൊന്ന് ഒന്ന് ചുരുക്കി പറയാം. ഈ കാര്യം ഇങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളും തീവ്രവാദികളാണ്. അദ്ദേഹം പറയാൻ വരുന്നത് നമ്മളെ സ്റ്റാൻഡ് ഇങ്ങനെയാണ്. നിരപരാധികളായിട്ടുള്ള കുട്ടികളെ, സ്ത്രീകളെ, വൃദ്ധന്മാരെ, സിവിലിയൻസിനെ, നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവരെ അറിഞ്ഞുകൊണ്ട് ആക്രമിക്കുകയും അവരറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്ത ആര് ചെയ്താലും, അറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തുക, അറിഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുക, ഈ സിവിലിയൻസിനെ, കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുക, ഹോസ്പിറ്റൽസിലേക്ക് ബോംബിടുക, ആംബുലൻസിലേക്ക് ബോംബിടുക, അഭയാർത്ഥി ക്യാമ്പിലേക്ക് ആക്രമണം നടത്തുക, ഇത്തരത്തിലുള്ള പരിപാടി ആര് ചെയ്താലും, സ്ത്രീകളുടെ വയർ കുത്തിക്കീറി അത്തരത്തിലുള്ള വൃത്തികേടുകൾ, കൊലപാതകങ്ങൾ, ഇത്തരത്തിലുള്ള ജനോസൈഡ് ആര് ചെയ്താലും അത് തീവ്രവാദമാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് ഞങ്ങൾക്ക് എവിടെയും പറയും. ഇതാണ് ഞങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച സ്റ്റാൻഡ്. അത് ഇസ്ലാമിന്റെ പേരിൽ ഏത് വൃത്തികെട്ടവൻ ചെയ്താൽ പോലും നമ്മൾ ഈ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെ പറയും. ഇനി ഈ സ്റ്റാൻഡ്, ഞങ്ങളെ ചോദ്യം എന്താണെന്നറിയോ, ഈ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് നിങ്ങൾ ഈ സമയത്ത് മാത്രം നിങ്ങൾക്ക് ഒരു സങ്കടവും മറ്റു സമയങ്ങളിൽ സന്തോഷം വരുന്നുണ്ടോ? ഇതേപോലെ തന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് നിന്ന് അടിച്ച് കൊല്ലുന്ന സമയത്ത് അത് കണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട്? ഒരു സിവിലിയൻ, ഒരു സാധാരണക്കാരനായ വ്യക്തി, അയാളോടെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാധാരണക്കാരായ വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു സന്തോഷം വന്നിട്ടുണ്ട്? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലൊക്കെ സ്മൈലുകൾ വരുന്നത്. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന പലസ്തീനിൽ ന്യൂസിന്റെ അടിയിലൊക്കെ 10,000 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, ടോട്ടൽ 20,000 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന ന്യൂസിനടിയിലൊക്കെ സ്മൈലി ഇട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ പക്കാ തീവ്രവാദികളാണ്, ഒരു സംശയ വിഷയത്തിൽ വേണ്ട. ഇപ്പൊ ഈ കാശ്മീരിലുള്ള തീവ്രവാദികളുടെ അതേ ലെവലിൽ അതിനേക്കാൾ ഭീകരന്മാരാണ് നിങ്ങൾ. അപ്പം നമ്മളുടെ സ്റ്റാൻഡ് ഇതാണ്. ഈ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ ഈ സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ഏത് സമയത്തും ഏത് ഉറക്കത്തിലും വെള്ളം മുഖത്തോട്ട് ഒഴിച്ച് എഴുന്നേറ്റ് നിന്നിട്ട്, എടാ നീ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഇന്ത്യ രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ ആരും ആയിക്കോട്ടെ, ഈ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത്, സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നത്, അഭയാർത്ഥി ക്യാമ്പിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സാധാരണക്കാരായ വ്യക്തികളെ അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തുന്നതിന് എപ്പോഴെങ്കിലും നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും, ഏതെങ്കിലും സന്ദർഭത്തിൽ, എപ്പോഴെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടി, അറിയാതെ സംഭവിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അറിയാതെ പലപ്പോഴും സംഭവിച്ചു പോയിട്ടുണ്ടാവും. പല യുദ്ധങ്ങളിലും പല സമയങ്ങളിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധം പറ്റിയേക്കാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആൾക്കാർ തന്നെയാണ്. നിങ്ങളുടെ കണ്ണാടി പോയി നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് സങ്കടപ്പെടണം. നിങ്ങൾ ആരാ നിങ്ങളത് ബോധ്യപ്പെടണം. നിങ്ങൾ തലക്കകത്തുള്ള വിഷമെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടൊന്ന് വെയിലത്തിറങ്ങി നിന്ന് ഉണക്കി പോരും, ഉള്ളിൽ കയറിയിരിക്കും കുറച്ചു നേരം, കുറെ ശരിയാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് നമ്മൾ ആദ്യം ഇതിൽ ചർച്ച ചെയ്യേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി വരുമ്പോഴേക്കും അവരെന്താ ചെയ്യുന്നത്? അതിനെ ഇങ്ങനെയൊക്കെ സാമുദായികവൽക്കരിക്കാം, അതിനെ ഇങ്ങനെ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അതെങ്ങനെ കോയിൻ ചെയ്യാന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിശ്രമങ്ങളൊക്കെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ജുനൈദ് നേരത്തെ പറഞ്ഞു മാർട്ടിന്റെ വിഷയം ഉണ്ടായ സമയത്ത് ആദ്യത്തെ മണിക്കൂറുകളിൽ എന്തായിരുന്നു അവസ്ഥ? അവിടെ മുസ്ലിം സമുദായത്തിനെതിരെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും എതിരെ ഭയങ്കരമായി വിദ്വേഷം പ്രചരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. എന്നിട്ട് അത് ഏറ്റവും കൂടുതൽ പീക്കിലെത്തിയ സമയത്താണ് മാർട്ടിൻ തന്നെ ഫേസ്ബുക്കിൽ ലൈവായിട്ട് വരുന്നത്, ഞാനല്ല അതിന് കാരണം എന്ന്. അതിന്റെ പിറ്റേ ദിവസം ഒരു നാഷണൽ ആയിട്ടുള്ള ഒരു പത്രത്തില് നോ ടെറർ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ ഹെഡിങ് വരികയാണ്. എന്താണ് കാരണം? പേരിൽ മുഹമ്മദ് ഇല്ല, പേരിൽ അഹമ്മദ് ഇല്ല, അതാണ് കാരണം. അപ്പൊ ഈ പേരിൽ മുഹമ്മദോ അഹമ്മദോ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ടെറർ ആംഗിൾ വരുന്നത് എന്നുള്ള രീതിയിലുള്ള അവസ്ഥയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ആ അവസ്ഥ ഉണ്ടാവുന്നത് തന്നെ ഈ ഒരു സമൂഹത്തിന്റെ പതനാണ്.
അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സമൂഹം ആ ലെവലില് ഈ കാര്യങ്ങളെ കാണുന്നു, അതിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിന് ടോളറേറ്റ് ചെയ്യുന്നു, അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇതിന് ഇസ്ലാമുമായിട്ടും മുസ്ലിമുമായിട്ടും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മുസ്ലിം സമുദായമാണ് എപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ആദ്യം തന്നെ മുൻകൂട്ടി എന്തെങ്കിലും കാര്യം മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുമ്പോഴത്തേക്കും ഇസ്ലാമും മുസ്ലിങ്ങളും ഇതിൽ കാരണക്കാരല്ല, ഇതിൽ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്വയം അഭ്യഹാസ്യരാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിന് അത്രമാത്രം എന്തായിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് തന്നെ അതില് വെറുത്തു പോയിട്ടുള്ള ഒരു വിഷയമാണത്. കാരണം ആരെങ്കിലും ഏതെങ്കിലും മാനസിക രോഗിയോ തീവ്രവാദിയോ ആയിട്ടുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ഇസ്ലാം അല്ല, ഇത് മുസ്ലിമുകളല്ല എന്ന് പറഞ്ഞു വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ഗീബൽസിയൻ തന്ത്രങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത കുറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് ഈ വിഷയം ഇപ്പൊ ഈ ചർച്ച ചെയ്യുന്നതല്ല, എന്താണ് ടെററിസം എന്നുള്ള വിഷയം ഫാസിൽക്ക് പറഞ്ഞല്ലോ. സിവിലിയൻസിനെ കൊല്ലുക, അകാരണമായിട്ട് ഒരു രാജ്യത്തെ പൗരന്മാരെ അല്ലെങ്കിൽ സാധാരണക്കാർ ആമികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങളെയാണ് നമ്മൾ പൊതുവെ ടെററിസം എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടെററിസം ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് മുസ്ലിമീങ്ങളല്ല, ഒരു രീതിയിലല്ല. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ കൊണ്ടുവരുന്ന ഇക്വേഷൻ മുസ്ലിം ഈക്വൽ ടു എന്താണ് ടെററിസം എന്ന് പറയുന്നതാണ്. അതിന്റെ അതൊരു ഫാൾസ് ഫ്ലാഗ് ആവാൻ കാരണം തന്നെ അത് അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളതോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കെതിരെ ആക്രമിച്ചിട്ടുള്ളതോ മുസ്ലിങ്ങളല്ല. അത് ചെയ്തിട്ടുള്ളത് ആരാണ്? മുസ്ലിം ഇതര കക്ഷികളാണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ക്രൈസ്തവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഭ ആദ്യ 2-3 നൂറ്റാണ്ടിന് ശേഷം ഈ കാലഘട്ടം വരെ ചെയ്തിട്ടുള്ള അക്രമങ്ങൾക്ക് കണക്കില്ല. 4 കുരിശ് യുദ്ധങ്ങൾ, അതിനുശേഷം പോപ്പ് തന്നെ എന്ത് ചെയ്യാണ്, ലോകത്തിന് കുറുക്കെ 2 വര വരച്ച് ഒരു ഭാഗം സ്പെയിനും ഒരു ഭാഗം പോർച്ചുഗലിനും കൊടുത്തിട്ട് എൽ റിക്വയർമെന്റോ എന്ന് പറയുന്ന കരാർ ഉണ്ടാക്കി അവരെ ലോകത്ത് മൊത്തം അഴിഞ്ഞാടാൻ വിടുന്നു. അതിന്റെ പേരിൽ ജനസൈഡുകൾ നടക്കുന്നു, ഇൻക്വിസിഷൻസ് നടക്കുന്നു. നമ്മുടെ ഗോവയിൽ അതിനുള്ള ഉദാഹരണമുണ്ട്, മെക്സിക്കോയിലുണ്ട്, അതേപോലെ തന്നെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മതവൽക്കരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഹിറ്റ്ലറിന്റെ ഒക്കെ വിഷയം എടുക്കുകയാണെങ്കിൽ ഹിറ്റ്ലർ റഷ്യയിൽ ആക്രമിക്കാൻ പോകുമ്പോൾ ഗീബൽസ്, അതായത് ഹിറ്റ്ലറിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന വ്യക്തിയായിട്ടുള്ള ഗീബൽസ് വിളിച്ചു പറയുന്നത് എന്താണ്, ഇതാ ബോൾഷെവിക്കുകൾക്കെതിരായിട്ടുള്ള കുരിശുദ്ധം നടത്തുകയാണെന്നാണ് പറഞ്ഞത്. അതായത് കുരിശുദ്ധം ആണ് നടത്തുന്നത്. അങ്ങനെ വരെ പറഞ്ഞിട്ട് നമ്മൾ മുസ്ലിം സമുദായം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. ഇതാണ് ക്രൈസ്തവരെന്നോ, ഇതാണ് ഒരു ക്രൈസ്തവന്റെ എക്സാമ്പിൾ ചെയ്ത മുസ്ലിങ്ങൾ ഒരുപക്ഷെ ഈ ഹിറ്റ്ലർ ഇങ്ങനെ പറഞ്ഞ കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടാവൂല സത്യത്തിൽ. അതെ ഇത് അതേപോലെ ഇനി ബോൾഷെവിക്കുകളാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറവല്ല. കാരണം ഈ ഒരു ഉട്ടോപ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആധുനിക ഇനി ഈ ലോകത്ത് ഒരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഇനി ഒരു രീതിയിൽ ഇതുവരെ സ്വപ്നം കാണാൻ പറ്റാത്ത എല്ലാ രീതിയിലും ഉള്ള സമത്വസുന്ദരമായിട്ടുള്ള മനോഹര രാജ്യം കെട്ടിപ്പടുക്കുകയാണെന്ന് പറഞ്ഞ ബോൾഷെവിക്കുകൾ, ഈ പറയുന്ന ആളുകൾ അവരെന്താ ചെയ്തത്? ലക്ഷക്കണക്കിന് ആളുകളെ ജനസൈഡ് ചെയ്യാണ് ചെയ്തത്. അത് പക്ഷെ അവര് യുദ്ധവിജയികളായതുകൊണ്ട്, 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിലായതുകൊണ്ട് അത് ഹിറ്റ്ലറിന്റെ അത്ര ചർച്ചയാവുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ലെനിനും സ്റ്റാലിനും ഒക്കെ ഉള്ളത്, അതേപോലെ തന്നെ മാവോ ഒക്കെ ഉള്ളത്. ഇവിടെ നമ്മള് പല ആളുകളും തീവ്രവാദികൾക്കെതിരെ വലിയ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്ന അല്ലെങ്കിൽ പ്രസംഗങ്ങൾ നടത്തുന്ന പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിഘോഷിക്കുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ മാലയും പൂവും ഇട്ടിട്ടില്ലേ വെച്ചിട്ടുള്ള ഫോട്ടോകളിൽപ്പെട്ട ആൾക്കാരാണ് മാവോ, അതേപോലെ ലെനിനും സ്റ്റാലിനും ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആഘോഷിക്കപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും മുസ്ലിം സമുദായം നിങ്ങളെന്നും തീവ്രവാദികളാണെന്നോ നിങ്ങളുടെ ആശയം ഇതിൽ നിന്നാണ് വായിക്കേണ്ടത് എന്നുള്ള രീതിയിലോ സംസാരിച്ചിട്ടില്ല. കാരണം എന്താ, നമുക്കിതിലൊക്കെ ടോളറൻസ് ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. പക്ഷെ എല്ലാ കാര്യത്തിനെയും വർഗീയമായിട്ടോ അല്ലെങ്കിൽ വിഭാഗീയമായിട്ടോ കാണണമെന്നും അതിനൊക്കെ അങ്ങനെയൊക്കെ ആഖ്യാനിക്കപ്പെടണമെന്നും കരുതുന്ന ഒരു പറ്റ സമൂഹം ഇവിടെ ഉണ്ട്. അതെന്തിനാണ് അവരെ ചെയ്യുന്നത്? അവര് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുക, അതിലൂടെ ഇവിടെ ഉണ്ടാവുന്ന പോളറൈസേഷൻ, ഈ വിഭാഗീയത, ഈ ഒരു പ്രശ്നത്തിലൂടെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള
കുറച്ച് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കുക, അതിലൂടെ എങ്ങനെയെങ്കിലും ഇപ്പോഴുള്ള മേൽക്കോയ്മ നിലനിർത്തുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് മുസ്ലിമീങ്ങൾ ഇതിൽ ബന്ധമല്ല. ഇസ്ലാം ഒന്നുമല്ല. ഇസ്ലാം പൂർണ്ണമായിട്ടും എന്താണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇയ്യാകും ഗുലൂവ ഫിദ്ദീൻ, നിങ്ങൾ എന്ത് ചെയ്യുക, ദീനിൽ അതിര് കവിയുന്നതിനെ ഭയപ്പെടുക. ഫൈന്നഹു അഹ്ലക മിൻ കാന ഖബലകും ഗുലൂവ ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ദീനിൽ അതിര് കവിയലാണ്. നമ്മളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, മധ്യമ സമുദായമാണെന്നാണ്. നമ്മളെപ്പോഴും മുസ്ലിമീങ്ങൾ എപ്പോഴും ഏത് കാലം അതിൽ എക്സ്ട്രീമിലേക്ക് പോയ ആൾക്കാരുണ്ട്, അതിന്റെ ലോവർ എൻഡിലേക്ക് പോയ ആൾക്കാരുണ്ട്, അത് എല്ലാ കൂട്ടത്തിലും ആൾക്കാരുണ്ട്. പക്ഷേ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എപ്പോഴും അതിന്റെ എന്താണ്, മധ്യമ അവസ്ഥയിലാണ് നിലകൊണ്ടിട്ടുള്ളത്. അതിനുദാഹരണം ചില വർഗീയത പരത്തുന്ന ആൾക്കാർ പറയാറുണ്ട്, മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷമായിട്ടുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. നമുക്ക് നോക്കാം, മിഡിൽ ഈസ്റ്റിലൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഈ ലക്ഷദ്വീപിന്റെ അവസ്ഥ മാത്രം നോക്കിയാൽ മതി. 100% മുസ്ലിമീങ്ങളുടെ അടുത്ത് ജയിലടച്ചിട്ടിട്ടുള്ള അവസ്ഥയാണ്. കാരണം എന്താ, ഇസ്ലാം എവിടെയുണ്ടോ അവിടെ സമാധാനം ഉണ്ടാവും. അവിടെ യഥാർത്ഥ രീതിയിലുള്ള സാഹോദര്യവും യഥാർത്ഥ രീതിയിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ ക്രൈം റേറ്റ് കുറയും, അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലോകത്ത്. അതിൽ പുറമേക്കുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സിറിയയിൽ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ ഇറാഖിൽ ഉണ്ടായതുപോലെ, ഇറാഖ് എന്താണ്, ഇറാഖ് ഇതിന്റെ ഉദാഹരണമാണ്. 10 ലക്ഷം ജനങ്ങളെ ജനസൈഡ് ചെയ്യാണ് ചെയ്തത്, അല്ലെ? 10 ലക്ഷം ജനങ്ങളെയാണ് ഇറാഖിൽ കൊന്നിട്ടുണ്ടായത്. ആരെ കൊന്നത്? അമേരിക്കയാണ്. നമ്മൾ അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളം എന്ന് പറയുന്ന ടെററിസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. അവർ ചെയ്തിട്ടുള്ളത് ടെററിസമാണ്. പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ കലുഷിതമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളും നോക്കിയാൽ, ഫലസ്തീൻ ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, ഈ പറയുന്ന സിറിയ, ഇപ്പോഴത്തെ സിറിയ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ലെബനോന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളായിക്കോട്ടെ, ഇനി അതല്ല നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളായിക്കോട്ടെ, ഇവിടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്താണ്? കടന്നുകയറ്റക്കാരുണ്ടാക്കിയ പ്രശ്നമാണ്. അതേ കടന്നുകയറ്റക്കാരുണ്ടാക്കിയ പ്രശ്നമാണ് നമ്മൾ ഇന്ന് ലക്ഷദ്വീപിലും കാണുന്നത്. അതല്ലാത്ത പ്രശ്നങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലില്ല. അവിടെ സമാധാനമാണ് ഉണ്ടായിരുന്നത്, അവിടെ സാഹോദര്യമാണ് നിലനിന്നിരുന്നത്, അവിടെ ഐക്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഐക്യം തന്നെ ഇല്ലാതാക്കിയിട്ടുള്ളത് എന്താണ്? ഈ കടന്നുകയറ്റക്കാരുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിമീങ്ങളും ഇസ്ലാമും സമാധാനമാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ വാളുകൊണ്ട് വന്ന മതമല്ല, അങ്ങനെ നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. അങ്ങനെ അവകാശപ്പെട്ടിട്ടുള്ളത് വേറെ ടീമാണ്. ഞങ്ങൾ സമാധാനം കൊണ്ടല്ല വാളുകൊണ്ടാണ് വന്നതെന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ മതം. അങ്ങനത്തെ ഒരു മതത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. എന്താണ്? നമ്മൾ സമാധാനം കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ലാ ശക്ക ഫീ ദാലിക്. ആരാണോ ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുള്ളത് അവനാണ് പൂർണ്ണമായിട്ടുള്ള സമാധാനം ഉൾക്കൊള്ളാൻ സാധിക്കുക. ആരെയാണോ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നത് അവർക്കാണ് യഥാർത്ഥ രീതിയിലുള്ള സാഹോദര്യത്വം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇത് അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ജുനൈദക്ക ഒരു കാര്യം അടയട്ടെ, പിന്നെ ഇതിലിപ്പം കൃത്യമായി എന്തായാലും നിരപരാധികളെ കൊല്ലുന്ന ഈ ഒരു സ്വഭാവം എന്തായാലും ഇസ്ലാമിൽ കാണാൻ പറ്റൂല എന്ന് നിങ്ങൾ 2-3 പേര് വിശദീകരിച്ചു. ഖുറാനിലില്ല, ഹദീസിലില്ല. മാത്രമല്ല നിരപരാധികളെ കൊല്ലുന്നത് ഇസ്ലാമിക വിരുദ്ധാണ്, അത് വലിയ പാപാന്നും കൂടെ നേരത്തെ ഫാസിൽ അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചു. ഇനി എപ്പോഴത് തുടങ്ങിയെന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഇങ്ങനെ നിരപരാധികളെ കൊന്ന് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്ന രീതി എപ്പോഴാണ് തുടങ്ങിയെന്ന് ചെറിയൊരു പരിശോധന നടത്തി നമുക്ക് മനസ്സിലാവും. അത് 19-ാം നൂറ്റാണ്ടിലാണ്. കാരണം പ്രവാചകൻ വന്നു കഴിഞ്ഞ് 1400 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 19-ാം നൂറ്റാണ്ടിലാണ് അതിന് തുടങ്ങി വെച്ചത്. പിന്നെ ചില മാവോയിസ്റ്റ് സംഘടനകൾ, ഐറിഷ് ഭീകരർ, സയനിസ്റ്റ് ഭീകരർ, ഇവരൊക്കെയാണ് തുടങ്ങി വെച്ചത്. പിന്നെ ഇതിൽ നിന്ന് ഇതൊരു കോപ്പിയായിട്ട് തങ്ങളുടെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില ആളുകളൊക്കെ, മുസ്ലിം പേരുള്ള ചില സായുധ സംഘങ്ങളൊക്കെ അത് കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഇസ്ലാമിന്റെ പേരിലാകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളമശ്ശേരിയിൽ അത് മാത്രമല്ല, ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? ഈ രാഷ്ട്രീയ ലാഭങ്ങൾ, അത് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ കാശ്മീരിന്റെ പ്രശ്നമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലഷ്കർ-ഇ ത്വയ്ബ എന്ന് പറയുന്ന സംഘടന അവിടെ ആളുകളെ കൊന്നെന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഇതുകൊണ്ട് പാവപ്പെട്ട കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്താണ്? അവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാവുകയുള്ളൂ ചെയ്യുക. അവരുടെ സഞ്ചാര വഴിയിൽ കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാവും. അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ എണ്ണം വർദ്ധിക്കും. അവിടെ ആ ഒരു പ്രദേശത്ത് കൂടുതൽ ദുഷ്കരമാവുക എന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പൊ ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ഗുണമില്ല. അപ്പൊ ഇത് മുസ്ലിങ്ങൾക്ക് എതിരാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റും.
അതല്ലാതെ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും രാഷ്ട്രീയ ആവശ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ LTT ഒക്കെ ഇതിനു മുമ്പ് ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഐറിഷ് സംഘടനകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിങ്ങളുടെ വഴികൾ ദുഷ്കരമാവുന്നു, മുസ്ലിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് പണി കിട്ടുന്നു എന്ന് മാത്രമല്ല, തൊട്ടപ്പുറത്ത് അതിന്റെ ബെനിഫിഷ്യറീസ് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ മറന്നു വരുന്നത്. ഈ രൂപത്തിലുള്ള ഭീകരാക്രമണം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അതിന്റെ ബെനിഫിഷ്യറീസ് ആവുന്നത് സ്വാഭാവികമായിട്ടും ഇസ്ലാമിന്റെ ശത്രുക്കളും മുസ്ലിങ്ങളെ ഇവിടുന്ന് അപരവൽക്കരിക്കാനും നിഷ്കാസനം ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് ആവുന്നത്. പലപ്പോഴും ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് റീസെന്റ് പുൽവാമയുടെ കേസ് അടക്കം സത്യപാൽ മല്ലിക്കിന്റെ ഒക്കെ വെളിപ്പെടുത്തൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ആരാണ് ഇപ്പൊ ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്നുള്ളത് കേൾവിക്കാരത് ആലോചിച്ചാൽ മതി. ആരുടെ കൈകളായിരിക്കും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ഇതിനകത്ത് ബന്ധമുള്ളതല്ല. എന്താ സംഭവിച്ചാല് ഈ മുസ്ലിം സമുദായത്തോളം ഇത്ര കൃത്യമായ കണിശമായി ഈ ഭീകരവാദത്തിനെതിരെ നിലപാട് സ്വീകരിച്ച വേറെ ഏത് കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലേക്ക് ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹിനെ തെറി പറഞ്ഞ ഒരു പ്രൊഫസറുടെ കേസ് ഉണ്ടായി. അപ്പോ അയാളുടെ കൈകള് ചില വികാരജീവികള്, ചില ക്രിമിനലുകള് സംഘം ചെന്ന് വെട്ടി, അയാളുടെ കൈ വെട്ടി. അതിനുശേഷം ഏകദേശം മാസങ്ങളോളം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റികൾ, 1,900 സംഘടനകൾ കംപ്ലീറ്റ് റോട്ടിലായിരുന്നു ഇവർക്കെതിരെ. നിങ്ങൾ എത്ര പേര് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു. തുരുതുരാ പോസ്റ്ററുകളായിരുന്നു ഭീകരവാദത്തിനെതിരെ. എന്താ പറയാ, ആൾക്കൂട്ടം ഭീകരവാദത്തിനെതിരെ, തീവ്രവാദികൾക്കെതിരെ സെമിനാറുകള്, സിംബിയോസിയങ്ങള്, സമ്മേളനങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ ഹാളുകൾ ബുക്ക് ചെയ്തിട്ടുള്ള പരിപാടികള്, തെരുവുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു ഇവർക്കെതിരെ. അപ്പൊ ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ തെരുവിൽ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? NSS SNDP തെരുവിൽ സ്റ്റേജ് കെട്ടി RSS പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാസക്കെതിരെ ഏതെങ്കിലും ഈ എണ്ണമറ്റ 1,900 സംഘടനകൾ ഉണ്ടല്ലോ ക്രൈസ്തവരിൽ, ഏതെങ്കിലും ആൾക്കാർ കാസക്കെതിരെയോ ഏതെങ്കിലും ഇതുപോലുള്ള ക്രൈസ്തവ തീവ്രവാദം ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചാൽ അതിനെതിരെ ഇവര് ക്രൈസ്തവർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഹൈന്ദവർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ? അൽഹംദുലില്ലാ മുസ്ലിം സമുദായം ഇത്ര കൃത്യമായി നുള്ളേണ്ടത് കൃത്യമായി നുള്ളു. അതും മാസീവായിട്ടാണ് അറ്റാക്ക് ചെയ്യാറ് ഈ രൂപത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ. സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാരും ഒറ്റക്കെട്ടാണ് അതില്, അല്ലേ? നമ്മളെ സമ്മേളനങ്ങളിലൊക്കെ ഈ തീവ്രവാദ വിഷയത്തെ കുറിച്ച് മാത്രം പ്രത്യേക ക്ലാസ് ഉണ്ടാവും എപ്പോഴും. ചിന്ത മനസ്സിൽ ഒറ്റക്കിരിക്കുമ്പോ പോലും വരാൻ പാടില്ല എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചിടാറുണ്ട്, അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കിരിക്കുമ്പോ പോലും വർഗീയമായി സംസാരിക്കരുത്, വർഗീയവാദികളോട് ആ രൂപത്തിലുള്ള ഒരു ചിന്തയെ വരാൻ പാടില്ല എന്ന് നമ്മളൊക്കെ ആ രൂപത്തിലാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര ക്ലാസ്സുകൾ നമ്മൾ ഇരുന്നിട്ടുണ്ട്, എത്ര ഖുർആൻ പണ്ഡിതരുടെ നമ്മൾ പഠിതാക്കളായി ഇരുന്നിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ഇതുവരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ബോംബുണ്ടാക്കാൻ പോയിട്ടുണ്ടോ? ഫാസിൽക്ക, ഇതിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ജനിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പരിപാടി നടന്നിട്ടുള്ളത് എന്താ പറയുക, എല്ലാ മുസ്ലിം സംഘടനകളുടെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയ ക്യാമ്പയിൻ ആയിട്ട് നടത്തിയിട്ടുള്ളത് ISIS ഇസ്ലാമികമല്ല എന്നുള്ള ക്യാമ്പയിനാണ്. ഇത് പറയേണ്ട ഒരു ആവശ്യമല്ല, പക്ഷെ മുസ്ലിം സംഘടന ഏറ്റെടുത്ത് പറയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യം എന്ന് പറയണേ, പണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടി കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഞാൻ പള്ളിയിൽ ജുമുഅക്ക് ഇരിക്കുന്ന സമയത്ത് ഉസ്താദ് മിമ്പർ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ഇനി ഈ സാധനം ലോകാവസാനം വരെ മുസ്ലിങ്ങൾ ഉത്തരം പറഞ്ഞടക്കണം അന്ന് ആളുകൾ പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് എനിക്ക് അത്ര ഓടിയിരുന്നു, അത്ര പ്രായമൊന്നുമില്ലല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം എവിടെ പോയാലും നമ്മളെ തെളിയിക്കാം. നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, നമ്മളുമായിട്ട് നമ്മളെ കുടുംബക്കാരെന്നല്ല ചെയ്തത്, നമുക്ക് അറിയുന്ന ആൾക്കാരെന്ന രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ സംഘടനകൾ കേരളത്തിൽ ചെയ്തിട്ടുള്ള ഏത് പരിപാടി ആ ഒരു വൃത്തികേട് പോലും നമ്മളോട് ചോദിക്കുക എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോഴും നമ്മുടെ ചാനലിന്റെ അടിയിൽ പോയിട്ട് കമന്റ് അടിക്കും, നമ്മളെന്തോ ബന്ധമുള്ള പോലെ. അപ്പം ഇതാണ് ഇവരുടെ അടുത്ത അവസ്ഥ. ഇന്നത്തെ ഫാസിലൊക്കെ പറഞ്ഞ പോലെ അതെ, നമ്മളെ സമയത്ത് വല്ല വട്ട് ഉരുട്ടി എടുക്കുന്ന സമയത്താണ്. അല്ലെ, വേറെ കാര്യം ഫാസിലൊക്കെ പറഞ്ഞ പോലെ നമ്മള് റോഡിന്റെ സൈഡിലടക്കം നമ്മൾ ടാർപ്പായി വിരിച്ച് സ്ത്രീകളെ ഉണ്ടാവും, പുരുഷന്മാരുണ്ടാവും, അത് ഭക്ഷണം വിളമ്പി കൊടുത്ത്. എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലൊക്കെ MSMലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ഭക്ഷണം വിളമ്പാൻ പോവാം. അപ്പൊ നമ്മളെ പണി എന്ന് പറഞ്ഞാൽ എന്താ, ഈ പരിപാടി നടത്തിക്കുമ്പോൾ അതിന് കസേര കൊണ്ടുപോയി ഇടുക. അപ്പൊ എന്താണ് ചർച്ച, എന്താണ് എന്ന് മുസ്ലിങ്ങളുടെ സംഘടനകളുടെ ഈ പരിപാടി എന്ന് പറയണെങ്കിൽ തീവ്രവാദത്തിനെതിരെയുള്ള ക്ലാസ്സുകൾ. അത് എനിക്ക് തോന്നുന്നു മുസ്ലിം സംഘടനകൾ ഈ ടൈം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പക്ഷത്തിലായിരിക്കും.
അത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒരു നമ്മൾ പ്രതിജ്ഞ എടുപ്പിക്കാറുണ്ട് അല്ലെ, നമ്മൾ പ്രതിജ്ഞ ഉണ്ടോന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ഒരു സംഗതി. അവർക്കെതിരെ ഭയങ്കര തെരുവിൽ മുദ്രാവാക്യം വിളിക്കുക, അവർക്കെതിരെ പ്രതിജ്ഞ എടുക്കുക, അങ്ങനെ ഒരു സംഘത്തെ കുറിച്ച് മീഡിയയിൽ മാത്രം കേട്ടറിവേ നമുക്കുള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ ബോധവൽക്കരിക്കുകയാണ്. എനിക്ക് സിനിമയിലും എന്തിന് എന്തോ ഒരു സിനിമയിലും മറ്റേ ചോദിച്ച പോലെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ. അതെ, നമ്മൾ പറയുന്ന വിഷയം ഇത്രേ ഉള്ളൂ. അപ്പം ഇത് ഏത് മതവിശ്വാസി ഉള്ളവനോ ഇല്ലാത്തവനോ, ഇപ്പൊ ഇല്ലാത്തവനുണ്ടല്ലോ. ഇപ്പൊ ജർമ്മനിയിലെ ഒരു എക്സ് മുസ്ലിം അല്ലേ, ക്രിസ്ത്യൻസ് അവരുടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ ഇടയിലേക്ക് വണ്ടി കുത്തിക്കയറ്റി ആൾക്കാരെ കൊല്ലാൻ നോക്കിയത്, അതൊരു എക്സ് മുസ്ലിം ആണല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ മതമുള്ളവനോ മതമില്ലാത്തവനോ എന്നുള്ളതിനേക്കാൾ ഇത്തരത്തിലുള്ള വർഗീയവാദികൾ, വർഗീയത പരത്തുന്ന ആൾക്കാർ, ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അതാരും ആയിക്കോട്ടെ, അവർക്കെതിരെ ഒരേപോലെ സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. ഒരേപോലെ സംസാരിക്കാനായിട്ട് അത് സാധിക്കാത്തതിന് കാരണം ഇവിടെയുള്ള പല ആളുകളും ഇപ്പൊ നമ്മളുടെ ഈ ചാനലിൽ വരാൻ സത്യമായി പറയുന്ന കാര്യം കേട്ടോ, തുറന്ന് ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ മുസ്ലിങ്ങൾ തീവ്രവാദികളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സത്യമായി പറയുകയാണെങ്കിൽ അതെനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലാനുള്ള കാരണം ഇവരുടെ കമന്റ്സ് ആണ്. ഇപ്പൊ നമ്മളൊരു മാന്യമായിട്ട് ഇപ്പൊ ഈ ചർച്ച നടത്തി പറഞ്ഞു കൊടുത്തത് നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്താ, ഈ ഓക്കെ ഒന്ന് രണ്ട് ആൾക്കാരിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് ഒരു ബോധം വെക്കട്ടെ. എന്ത് ഈ ബോധം കേൾക്കുന്നുണ്ടോ? അല്ല, കളമശ്ശേരി സംഭവം ഓർമ്മയുണ്ടോ ജുനൈദിന്? അന്ന് കളമശ്ശേരി ഭീകരാക്രമണം ഉണ്ടായ അന്ന് ഒരു മാധ്യമ ചാനലിൽ ചർച്ച ചെയ്തായിരുന്നു. കളമശ്ശേരിയിൽ ജൂതന്മാര് ഒരുപാടുണ്ട്, ഫലസ്തീൻ മറ്റേ ഗസയിൽ ഇപ്പൊ പ്രശ്നം നടക്കുകയാണ്, ഇസ്രായേൽ ഫലസ്തീൻ. അതെ, അപ്പോ കളമശ്ശേരി ആണെങ്കിൽ അവിടെ നികേഷ് കുമാറാണ്, അഡ്വക്കേറ്റ് നികേഷ് കുമാർ. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാര്, സെബാസ്റ്റ്യൻ പോലത്തെ ആൾക്കാര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങൾക്ക് ജൂതന്മാരോട് വിരോധമുണ്ട്. ഇപ്പൊ സംഭവം പൊട്ടിയ കളമശ്ശേരി എന്ന് പറഞ്ഞ ജൂതന്മാരുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സാധ്യത അവരിങ്ങനെ ചർച്ച ചെയ്തിട്ട് മുസ്ലിങ്ങളുടെ തലക്കിടാനുള്ള ഒരു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിറ്റേ ദിവസം മാർട്ടിൻ വന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനാണ് പൊട്ടിച്ചത് പറഞ്ഞിട്ട് കംപ്ലീറ്റ് എല്ലാരും അല്ലെ. ഇപ്പൊ തലേ ദിവസം ഭീകര കളമശ്ശേരി അടക്കം പൊട്ടിയതെന്നായി പിറ്റേ ദിവസം അല്ലേ. ദേശീയ മാധ്യമത്തിൽ നോ ടെറർ ആംഗിൾ എന്നാ വന്നത്. അത് പേര് മാറിയതുകൊണ്ട് ടെറർ ആംഗിൾ പോയി. അതുവരെ ടെററിസ്റ്റ് അതിനുശേഷം ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിനുശേഷം വന്ന ന്യൂസുകളിൽ ഈ കൊല്ലപ്പെട്ട ആൾക്കാരെ വീട്ടിലേക്ക് ആരും മൈക്കെടുത്ത് പോയില്ല. ഒരു യൂട്യൂബറും മൈക്ക് എടുത്തിട്ട് ക്യാമറയും കൊണ്ട് ഓടിയില്ല. ഒരാൾ പോലും അവിടെ മരിച്ചു വീണ ആളുകളുടെ മക്കളെ കുറിച്ച് വിലാപം അറിയിച്ചില്ല. അവര് മരണപ്പെട്ട കുഞ്ഞിന് എത്ര ആളുടെ മകന് എത്ര പ്രായമുണ്ട്, ആ കുട്ടി നടക്കാനായോ ഇരിക്കാനായോ, ആ കുട്ടിയുടെ കയ്യിൽ എന്ത് കളിപ്പാട്ടുള്ളത്, ഒന്നും ആരും സംസാരിച്ചില്ല. അതിനുശേഷം പിന്നെ പത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു ദിവസം പത്രത്തിൽ കണ്ടത് കോമഡി ആയിട്ടത്, ഫ്രണ്ട് പേജ് എന്നല്ല 2, 3, 4 പേജ് കഴിഞ്ഞിട്ട് ചരമക്കോളും കഴിഞ്ഞിട്ട് അടുത്ത കുളത്തിലാ. എന്ത് ഈ ബോംബാക്രമണത്തിന്റെ കൊല്ലപ്പെട്ട ആൾക്കാരെ പേര് കൊടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും കളമശ്ശേരിയിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ 8 പേരൊക്കെ ഉണ്ട് തോന്നുന്നു, അതിന് എണ്ണം പോലും കറക്റ്റ് ഓർമ്മയില്ല, 8 പേരുണ്ട് തോന്നുന്നു, ഏകദേശം 8 പേരുണ്ട്. ആ ആൾക്കാരുടെ ഒരാളുടെ പേരെങ്കിലും അറിയോ നിങ്ങൾക്ക്? ഒരാളുടെ പേര് അറിയോ? ആ വ്യക്തി ഒരു ദേശീയവാദിയായിരുന്നു, ഇവാഞ്ചലിക്കൽ ദേശീയവാദിയായിരുന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാസ മോഡലായിരുന്നു. അവര് അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ദേശീയതക്കെതിരാണ് ഈ പറയുന്ന അവിടെ കൂടിയിരുന്ന ക്രൈസ്തവർ എന്നുള്ളതായിരുന്നു. അതായത് ജഹോ വിറ്റ്നസ് ആയിട്ടുള്ള ആളുകളാണ്, അവര് ദേശീയതക്കെതിരാണ്, അവര് ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായോ? ദേശീയത യുടെ മേലെ ടെററിസം കയറിയ ഒരു വ്യക്തിയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഗാസയിൽ നിന്നൊക്കെ ഇത് എടുത്തിട്ട് വന്നിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ എനിക്ക് ഈ വിഷയത്തില് നിങ്ങൾ ജുനൈദ് നേരത്തെ പറഞ്ഞില്ല, അതായത് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന വിഷയം, ആ വിഷയത്തെ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ കുറച്ചു കാലം ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേനും ഇതിവിടെ ഉണ്ടാവേണ്ടതാണ്, അത് ഭയങ്കര ഒരു സംഭവമാക്കിയിട്ട് ഒരു സാധനം കിട്ടി എന്നുള്ള അഭിമാനബോധം നല്ലൊരു വികാരത്തിലല്ലേ വന്നിട്ട് അതിനു വേണ്ടി ഇങ്ങനെ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ചില യുക്തിവാദ ഭീകരരുണ്ടല്ലോ.
അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ആളുടെ വികാരം എന്തായിരുന്നു എന്നുള്ളത്. നമുക്ക് ചില ആരിഫുകൾ കാണുന്നുണ്ട്, പേര് ആരിഫാണ്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം അത് കണ്ടിന്യൂ ചെയ്യാനുള്ളത്, നേരത്തെ പറഞ്ഞു വിട്ടുപോയതാ. ഞാൻ പറയണെന്താ പറയുക, നമ്മളെ ഇപ്പൊ നീ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇത്തരം ആൾക്കാരുടെ കമന്റുകൾ FB പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ഇവരിങ്ങനെ ദിവസവും രാവിലെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള വ്യക്തി. ഇപ്പൊ രവിചന്ദ്രന്റെ ഒക്കെ മനസ്സിലെ ആഗ്രഹം അതാണ്. ഒരു പട്ടിയെ ഒരാള് വലിച്ചുകൊണ്ട് പോയതിന് ആളെ പേര് മുസ്ലിമായ ഒരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാമിന്റെ പ്രശ്നമായി അവന്റെ. രവിചന്ദ്രൻ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയോ, ഇവന്മാര് നോക്കി നടക്കുകയാണ്. നമ്മളൊക്കെ ഒരു ന്യൂസ് വായിക്കുന്ന സമയത്ത് നമ്മളെ ന്യൂസില് കണ്ടന്റ് എന്താന്ന് നോക്കുമ്പോൾ ഇവന്മാര് ന്യൂസിൽ നോക്കുന്നത് പേരാ. അതെനിക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇതിനടുത്ത് അടിയിലെ കമന്റ്സ് നോക്കുന്ന സമയത്താണ് ഈ കമന്റിനടിയിൽ എപ്പോഴും ഉണ്ടാവും ഈ പേര് നോക്കിയിട്ടായിരിക്കും തെറിവിളി. അപ്പൊ ഞാൻ ആലോചിക്കും, നമ്മൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നുന്നത് പലപ്പോഴും ഈ ന്യൂസ് വരുന്ന സമയത്ത് ഇയാളെ പേരിടാതിരിക്കും നല്ലത്, അല്ലെ പേരിന് വരെ എക്സോ വയ്യോ കൊടുത്താൽ മതി. കാരണം എന്താ അറിയോ, ഈ അടിയിൽ കടന്ന് തല്ലുകൂടുന്നവന്മാരെ കുറെ നന്നായി കിട്ടും. ഇത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് കഞ്ചാവുമായി പിടിക്കപ്പെടുന്ന ഒരു മുസ്ലിം ആവണേ, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ മുസ്ലിം ആവണേ. നേരെ മറിച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സംസാരം ടിവിയുടെ അഡ്മിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഭീകര ആക്രമണം ബന്ധപ്പെട്ടിട്ട്, ആക്രമണം മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിയ ആളുകൾ, ആ ന്യൂസൊക്കെ ഒന്ന് പറ്റിങ്ങൊന്ന് കാണിക്കാൻ പറ്റും. ആ ഫോട്ടോസ് കുറച്ചുണ്ടായിരുന്നു, അതിനെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. നിസ്കരിക്കാൻ പോയിട്ടുണ്ട്, കമന്റ് അടിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോസ് പറ്റുമെങ്കിൽ കാണിക്കായിരുന്നു, പറ്റും നോക്കട്ടെ. അപ്പൊ എന്തായാലും ഇത്തരത്തില് ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി പാകിസ്ഥാൻ സംഘടനക്ക് ചോർത്തി കൊടുത്ത ഒരുപാട് ആളുകളെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും വികാരങ്ങളില്ല കേട്ടോ, അപ്പോഴൊന്നും വികാരങ്ങളില്ല. അത് ആരെയാണ് പിടിക്കുന്നത്, അവരുടെ പേര് നോക്കുമ്പോൾ വല്ല സിംഗോ വല്ല മറ്റേ മറിച്ചതോ നോർത്ത് ഇന്ത്യൻ പേരൊക്കെ ആണെങ്കിൽ കയ്യിൽ ചരടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് സന്തോഷം മാത്രം, അവർക്ക് പ്രശ്നമല്ല. അതിനിടയിൽ മുസ്ലിം പേരുണ്ട് ഒരു പ്രയാസം, ഒരു മുസ്ലിം പേരുണ്ടായാൽ മതി. ജർമ്മനിയിലൊക്കെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കേസിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പൊ ജർമ്മൻകാരായിട്ടുള്ള ആളുകൾ, അസലി ജർമ്മനികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ന്യൂസ് ആണെങ്കിൽ കൂടി അത് ബാക്കിലോട്ട് വെക്കുക എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ ടെററൈസ് ചെയ്യാനുള്ള ശ്രമമാണ്. അതിലൂടെ മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിഭാഗീയത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിനുള്ള കാരണം. അൺമ്യൂട്ട്. അതെ, അതിപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയം അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊടുക്കുന്ന വിഷയം ഇവിടെ ഈ ഒരു പ്രശ്നം നടന്ന സമയത്ത്, ഇത്തരം ഒരു ഭീകരാക്രമണം നടന്ന സമയത്ത്, ഇതിൽ മൊത്തത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് പോലും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇസ്ലാമിന്റെ നിലപാട് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇസ്ലാമിന്റെ നിലപാട് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല, നമുക്കതിന്റെ പണിയൊന്നുമില്ല കേട്ടോ, തുറന്നു പറയാം. നാട്ടിൽ നടക്കുന്ന സകല പ്രശ്നങ്ങളും ഇങ്ങനെ പോയിട്ട് അതിനൊന്നും കണക്ക് പറയേണ്ട ഞങ്ങൾ ഉത്തരവാദിത്തം. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പണിയെടുക്കുന്ന ആൾക്കാരാണ്, വെറുതെ വായും പൊളിച്ചിരിക്കൽ ഇവിടെ ചെയ്യണത്. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെ എക്സ്പോസ് ചെയ്യാനായിട്ടാണ്. ഇവിടെ അങ്ങനെ പേര് നോക്കിയിട്ട് തീവ്രവാദികളെ തരംതിരിക്കുന്ന ആളുകൾ, പേര് നോക്കിയിട്ട് കുറ്റവാളികളെ തരംതിരിക്കുന്ന ആൾക്കാർ, പേര് നോക്കിയിട്ട് കുറ്റവാളികളായിട്ട് രാജ്യദ്രോഹം കുറ്റം ചെയ്തിട്ടുള്ള, എന്തിനേറെ പറയുന്നു ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ആൾക്കാർ. റഷ്യൻ ചാരസുന്ദരിക്ക് വരെ റഷ്യൻ ചാരസുന്ദരി പണ്ട് കേട്ട ഓർമ്മയുള്ളൂ. പക്ഷെ അത് സത്യത്തില് ഒരു ന്യൂസ് വന്നതാ, അത് റിയൽ ആയിട്ടുണ്ടായ കാര്യം തന്നെ. ഇടുപ്പടുത്ത് അതുണ്ടായ കാര്യം എന്താണ്, ഇങ്ങനെ ഒരു റഷ്യൻ ചാരസുന്ദരിക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഹൈന്ദവ പേരുള്ള വ്യക്തിയെ പിടിച്ചു. സംഘപരിവാർ ആ ഒരു അജണ്ട ആശയം കൊണ്ട് നടക്കുന്ന ആൾക്കാരെ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ആളുകളെ, ഇത്തരം ആൾക്കാരെ പിടിച്ചപ്പോഴൊന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മള് പോയോ? ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ മറിച്ചിട്ട് നമ്മൾ ഇവിടെ ചെറിയൊരു മറ്റു ആൾക്കാരുടെ പേര് നോക്കിയിട്ട് അവിടെ ചെറിയൊരു പട്ടീനെ വലിച്ചൊഴിച്ചു കൊണ്ടായ സന്ദർഭം പോലും നോക്കിയിട്ട് അവിടെ മുസ്ലിങ്ങളെ മൊത്തം കുറ്റം പറയുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്ര ആൾക്കാരെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാശ്മീരിൽ നടന്നിട്ടുള്ള ഈ സംഭവം. എനിക്ക് പറയാനുള്ളത്, ഈ ഇത്തരം തീവ്രവാദികൾക്ക് പറയാനുള്ളത്, വർഗീയവാദികൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കമന്റിൽ കിടന്ന് കരയുന്നതിന് പകരം നിങ്ങൾ അവരോട് പോയി ചോദിക്കുക,
അല്ലാതെ ഇന്ത്യയിലും കേരളത്തിലും മുസ്ലിങ്ങളെല്ലാം ഇത് ഉത്തരം പറയേണ്ടത്. ഇവിടെ ആരും മാർട്ടിൻ കൊലപാതകം ചെയ്ത് മാർട്ടിൻ ബോംബ് പൊട്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഈ സംഖ്യകൾ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത്, ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചുകൊല്ലുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഹിന്ദുവിനോട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ പേജിനടിയിൽ പോയിട്ട് തെറി വിളിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് തീവ്രവാദിയെ കണ്ടാലും വർഗീയവാദിയെ കണ്ടാലും വിശ്വാസിയെ കണ്ടാലും തിരിച്ചറിയാനും നല്ല ഒരു സിവിലിയനെ കണ്ട തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ട്. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല, സമൂഹത്തിന് യാതൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. എന്തായാലും ചർച്ച ജസ്റ്റ് ഈ വിഷയം സംസാരിക്കുന്നു മാത്രം വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത്. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, മിസ്റ്റർ അള്ളാഹു അലൈഹിയുടെ ഹദീസ് കാണാൻ സാധിക്കും. ദിമ്മികളായ ആളുകളെ, അതായത് ഇസ്ലാം ഭരണകൂടത്തിന്റെ അകത്തുള്ള മുസ്ലിം സംരക്ഷണത്തിലുള്ള ആളുകളെ, അവരെ ആരെങ്കിലും ഉപദ്രവിക്കുക, അവരെ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കില്ല എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പഠിപ്പിക്കുന്ന മതം നമ്മുടെ മതം. അതായത് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് മുസ്ലിങ്ങൾ ആഗ്രഹം. പക്ഷെ സ്വർഗത്തിലെ വാസന പോലും ഒരു മുസ്ലിം രാജ്യത്തിനകത്ത് ജീവിക്കുന്ന അമുസ്ലിം ആയിട്ടുള്ള ഇസ്ലാം മത വിശ്വാസി അല്ലാത്ത മുസ്ലിം ഭരണാധികാരിക്ക് അണ്ടറിൽ നിൽക്കുന്ന ഒരാളെ കൊലപ്പെടുത്തിയാൽ കിട്ടില്ല എന്നുള്ളതാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്, അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആശയം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ആശയത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ആരും തന്നെ, ഫാസിലൊക്കെ പറഞ്ഞ പോലെ, ഇവിടെ ആരും തന്നെ ഒരു ക്രൈസ്തവനോ ഹിന്ദുവോ ക്രൈസ്തവ തീവ്രവാദിക്കെതിരെയോ ഹൈന്ദവ തീവ്രവാദിക്കെതിരെയോ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ മുസ്ലിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ എനിക്ക് മുസ്ലിങ്ങളോട് പറയണം, നമ്മളൊന്ന് പറഞ്ഞെടുക്കേണ്ട ആൾക്കാരല്ല, നമുക്കിതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുക, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മണ്ടന്മാരെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്ത പരിപാടിക്ക് നമ്മൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന്റെ പണ്ട് എന്റെ ഉസ്താദ് പണ്ട് പറഞ്ഞില്ലേ, പള്ളിയിൽ ജുമക്ക് പറഞ്ഞ പോലെ ലോകാവസാനം വരെ നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടതെന്ന് പറഞ്ഞില്ലേ. അതിന് കാരണം എന്താ? അങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസ്ഥ. മറ്റുള്ളവർ മൊത്തം നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് ഇടുന്നൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അത്തരം 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 കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പണി നോക്കി പോകാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനുഷ്യന്മാരെ, നമ്മൾ സിവിലിയൻസ്, നമ്മൾ മുസ്ലിങ്ങൾ, നമ്മൾ വിശ്വാസികളാണ്. നമുക്ക് നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം, നമുക്ക് ജോലി ചെയ്യണം, നമ്മളെ കാര്യങ്ങളുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഏറ്റവും വലിയ തീവ്രവാദം എന്ന് പറയുന്നത് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുക, സിവിലിയൻസിനെ കൊലപ്പെടുത്തുക, അകാരണമായി കൊലപ്പെടുത്തുക, കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുക. ഇത്തരം പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അത് തീവ്രവാദമാണ്. അത് ഇസ്രായേൽ ചെയ്താലും ശരി. അപ്പൊ ഇസ്രായേൽ ചെയ്യുന്ന സമയത്ത് സന്തോഷിക്കുന്ന ഒരു കൂട്ടം വർഗീയവാദികളെ എനിക്കറിയാം. ആ വർഗീയവാദികളാണ് ഇപ്പൊ കിടന്ന് കരയുന്നത്, പല ആളുകളും. അതിൽ മിക്കതും അതില് എന്നെ പോലെ നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ ഒരേ വിഷയല്ലേ? അതെ. അപ്പൊ ഇതില് കൺക്ലൂഡ് ചെയ്യാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു വിഷയം, ഈ ഒരു ആശയം, ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. ആ സ്റ്റാൻഡ് അല്ലാതെ വേറെ എന്ത് സ്റ്റാൻഡ് എടുത്താലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ എന്തായാലും ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. قولوا قولي هذا واستغفر الله ولكم واستغفروه إنه هو الغفور الرحيم. അല്ല, ഇതില് മറ്റേതൊക്കെ പറയണ്ടേ? ആ ചാരപ്പണി ചെയ്ത ലിസ്റ്റും ഏറ്റവും നിങ്ങൾ പോയി അപ്പത്തിന് ഒന്ന് ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തോളാം. ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അവിടെ ആഡ് ചെയ്താൽ മതി. ഞാൻ പറയണം, ഒന്നുകൂടി പറയണം, രണ്ടോട്ടം പറഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് എടുത്ത് പറഞ്ഞു, എന്നിട്ട് അത് ഷെയർ ചെയ്തോട്ടെ. ഷെയർ മലേഗാവ് സ്ഫോടനമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പതുക്കെ അത് തുടങ്ങിയിട്ട് മലേഗാവ് ഞാൻ മലേഗാവ് സ്ഫോടനം ഇങ്ങനെ തുടങ്ങി വരിക. എന്നിട്ട് പിന്നെ ഫാസിൽ പിന്നെ ആഡ് ചെയ്യാം, അല്ല ജുനൈദ് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ സ്ലൈഡ് കാണിക്കാം. എനിക്ക് ഇത് കാണാതെ അറിയില്ല. പ്ലേ ഇവിടെ വരും. ഇനി നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം നോക്കിയാൽ, ഇന്ത്യയിൽ നടന്ന ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ പിന്നിൽ ആരായിരിക്കും എന്നുള്ള ഒരു പരിശോധന സത്യസന്ധമായി നടത്തിയാൽ അതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. കാരണം മുസ്ലിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇന്ത്യയില് നിരപരാധികളെ കൊന്ന 40 പേരെ കൊല്ലപ്പെട്ട മലേഗാവ് ബോംബ് സ്ഫോടനം, ഇന്ത്യക്കാരാണ് മരിച്ചത്, വേറെ രാജ്യക്കാരൊന്നല്ല. അതിന്റെ പ്രതി ആരാണ്? കോടതി ശിക്ഷിച്ചവരെ. എന്നിട്ട് അവരെ പിടിച്ച് മത്സരിപ്പിച്ച് രാജ്യസഭയിൽ ലോക്സഭയിൽ എത്തിക്കുക എന്നുള്ള ആരായി പണി ചെയ്തത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ സംജോത എക്സ്പ്രസ് സ്ഫോടനം 2007 തോന്നുന്നു നടന്ന സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിൽ 68 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഒരുപാട് മക്ക മസ്ജിദ് സ്ഫോടനം, 9 പേര് കൊല്ലപ്പെട്ട മക്ക മസ്ജിദ് സ്ഫോടനം, അതുപോലെ അജ്മീർ ദർഗയിൽ നടന്ന സ്ഫോടനം, ഇങ്ങനെ എണ്ണമറ്റ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തിയ പ്രതികൾ ആരാണ്? അവരുടെ മതം ഏതാണ്? അവർക്ക് ഇസ്ലാമായിട്ട് എന്താ ബന്ധം? നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നതാരാണ്? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മതത്തിന് ഇസ്ലാമിന് ഇതിൽ യാതൊരു റോളും ഇല്ല എന്ന് മാത്രമല്ല, ഇതിൽ ആർക്കാ റോൾ ഉള്ളതെന്ന് കൃത്യമാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ അടുത്ത കാലത്ത് തന്നെ
ഇന്ത്യയിൽ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രഹസ്യങ്ങൾ ശത്രുരാജ്യത്തിന് ചോർത്തി കൊടുക്കുക അല്ലെ ജുനൈദ്? അത് നടത്തിയ ആളുകൾ ഏറ്റവും കൂടുതൽ ആരാണ് എന്നൊരു പരിശോധന നമ്മൾ നടത്തണ്ടേ? അതെ അതെ. ഈ രാജ്യദ്രോഹം എന്ന് പറയുമ്പോഴേ ഇപ്പൊ നമ്മൾ കാണാൻ സാധിക്കും. രാജ്യദ്രോഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല, രാജ്യത്തിനകത്തുള്ള രഹസ്യങ്ങൾ പുറത്തു വിടുക എന്നുള്ളത് കൂടി പ്രശ്നമാണ്. അത് രാജ്യദ്രോഹ കുറ്റമാണല്ലോ, അത് തീവ്രവാദ പ്രവർത്തനമാണല്ലോ, അത് നമ്മൾ മാറ്റിയേക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഈ പ്രവീൺ മിശ്ര എന്ന പേരുള്ള വ്യക്തി അത് ബാക്ക് നിന്ന് എടുക്കാൻ പറ്റുമോ? ഓക്കെ, ചാരപ്പണി നിങ്ങൾ ആലോചിച്ചു, പ്രവീൺ മിശ്ര എന്ന പേരിൽ വ്യക്തി അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ മുഖം പോലും കാണിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ ഈ ന്യൂസ് കണ്ടിട്ട് എത്ര ആൾക്കാർ സങ്കടപ്പെട്ടു, എത്ര ചർച്ച നടന്നു വിഷയത്തെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് പ്രോപ്പറായിട്ട് സംസാരം നടന്നിട്ടേ ഇല്ല. ഇവൻ കേരളത്തിൽ പോലും നടന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ പേരാണ് പ്രശ്നം. ഇതിനിടയിൽ വല്ല പ്രവീൺ എന്ന് പറയുക വല്ല മുസ്ലിം പേരല്ലേ, യൂനിസ് എന്നാണ് വല്ല മുസ്ലിം പേരൊക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ? ഇവിടെ ആഘോഷരാവല്ലേ. ഈ ഇതേ സാധനം ആരിഫ് ഹുസൈൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? എന്തിടാത്തെ? ഇവിടെ എക്സ് മുസ്ലിം പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇവിടുത്തെ രവിചന്ദ്രൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഈ സംഭവത്തെ കുറിച്ചിട്ട്? എന്ത് ഇടാത്ത കാരണം എന്താ? ഇതിനൊന്നും മാർക്കറ്റ് ഇല്ല. ഇതിന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടത് ഇതല്ല. ഈ പേര് മാറിയിരുന്നെങ്കിൽ ഒരു രസം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലുകാർ ഒരു തമാശക്കെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടി സോഷ്യൽ എക്സ്പീരിയൻസ് ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഈ പേര് മാറ്റിയിട്ട് വല്ല സുബൈർ നിട്ടോക്ക്, ഇവിടെ പടക്കം പൊട്ടിക്കലായിരിക്കും, ഇവിടെ ആഘോഷരാവായിരിക്കും. പോസ്റ്റുകൾ, അതിന്റെ പേര് ചർച്ചകൾ, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന വർഗീയ വിഷയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ അടുത്തുകൂടി നോക്കുക, ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പം ഭീകരന്റെ തോക്ക് തട്ടിമ്പോൾ സഞ്ചാരികളുടെ വെടിയേറ്റ് മരണപ്പെട്ട കാര്യം. ഇതിപ്പോ നമ്മൾ ഈ ഈ ന്യൂസ് നമ്മൾ ഇതിനെ ഒരു മുസ്ലിം പേരുള്ള വ്യക്തി, മുസ്ലിമാണ് ഈ ഒരു വിഷയത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് പോലും ഇതിന്റെ പോസ്റ്റ് ഞാൻ കണ്ടത്, ഇവന്റെ പോസ്റ്റ് കണ്ടത് മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ മുസ്ലിം തീവ്രവാദം മുസ്ലിമൻ ആദ്യത്തേര എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് കണ്ടത്. അപ്പൊ ഇവിടെ ഈ സമയത്ത് എന്താ, ആക്രമിക്കപ്പെട്ടവൻ മുസ്ലിമാണ്, ആക്രമിച്ചവൻ മുസ്ലിമാണ്. പക്ഷെ ഈ സമയത്ത് അവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഈ ആക്രമിക്കപ്പെട്ടവന്റെ മതത്തിന് വലിയ പ്രസക്തി ഇല്ല. എന്താ കാരണം? അതിന് വിലയില്ല. ആ തീവ്രവാദികളുടെ മതത്തിന് വിലയുള്ളൂ. അവിടെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മതത്തിന് വിലയില്ല. അതിന് അവരെന്ത് ചെയ്യും? നൈസായിട്ട് വളച്ചൊടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഐസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ, സംഘപരിവാർ പ്രവർത്തകർ അറസ്റ്റിലായത്, ഇതൊക്കെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണോ? ഇങ്ങനെ പാകിസ്ഥാന്റെ ഇതൊക്കെ ജമ്മു കാശ്മീരിലുള്ള അവസ്ഥ, ഇത് ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട് നമ്മൾ ഇത്തരത്തിലുള്ള ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രത്തോളം രഹസ്യങ്ങൾ ഇന്ത്യയുടെ രഹസ്യങ്ങൾ എത്രത്തോളം തീവ്രവാദ സംഘടനകൾക്ക് എത്തിച്ചു കൊടുത്തിട്ട്, ഇപ്പൊ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട്, അതും ചില രാഷ്ട്രീയ സംഘടനക്കകത്തുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പൊ ഇതിനകത്ത് കാണുന്ന BJP നേതാവിനെ അറസ്റ്റിലായ വിഷയത്തെ കുറിച്ച് ഇത്തരം വാർത്തകൾ ഉണ്ടായിട്ട് ഈ വാർത്തകൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാ. എന്തുകൊണ്ടില്ല? ഇവിടെ ആഘോഷിക്കുന്ന ആളുകളുടെ വളരെ കപട ആഘോഷം മാത്രമാണ്. തീവ്രവാദ സംഘടനകൾക്ക് ആയുധം എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് അത് ചില്ലറക്കാരാണോ? ഇതാണോ? എത്ര ഇന്ത്യക്കാരാ വെച്ച് കൊല്ലും? നിങ്ങൾ ഇപ്പൊ നോക്കി, ഈ കാശ്മീരില് ഇപ്പൊ നടന്ന ഈ ആക്രമണത്തിന് നിങ്ങൾ ആലോചിച്ചു നോക്കി. ഈ കാശ്മീരിലെ ആക്രമണത്തിന് കാരണം എന്തായിരിക്കാം? ഈ BJP നേതാവ് ആയുധം എത്തിച്ചു കൊടുത്തതല്ലെന്ന് പറയാൻ സാധിക്കുമോ? കാശ്മീരിലാണ് ഇതേ തീവ്രവാദ സംഘടനകൾക്ക് ആയുധം എത്തിച്ചു കൊടുത്ത കേസിലാണ് BJP നേതാവ് അറസ്റ്റിലായത്. അപ്പൊ ഈ ഒരു കേസ് നിങ്ങളൊന്ന് ഇതിനെ കൂട്ടിച്ചേർക്കുക, ഒന്ന് കൂട്ടി വായിച്ചു നോക്കുക. ഇപ്പൊ നടന്ന ആക്രമണത്തിൽ ഇവർക്ക് എവിടുന്ന് ആയുധം കിട്ടി? ഇത്രക്ക് സുരക്ഷിതത്വമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മിലിറ്ററി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്ട്രോങ് ആണ്. കാശ്മീർ അത്രത്തോളം പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ തീവ്രവാദികൾക്ക് ആയുധം കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടി? അതിന് തെളിവല്ലേ ഈ ന്യൂസ്. ഇനി ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ മുമ്പ് കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾക്ക് ആയുധം എത്തിച്ചിട്ടുള്ള BJP നേതാവിനെ കുറിച്ച് ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നുണ്ടോ? കാൺപൂരിലെ ആയുധ ഫാക്ടറി മാനേജർ അറസ്റ്റില്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ആയുധ രഹസ്യങ്ങൾ പാകിസ്ഥാനിന് കൈമാറി. ഒരു സംഘപരിവാർ പ്രവർത്തകൻ അറസ്റ്റിലായത്. നോക്ക് എത്ര വലിയ ഇതിന്റെ ഇമ്പാക്ട് ഒക്കെ ഇപ്പോഴല്ല, വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആയുധ ഫാക്ടറി എഫക്ട് ഉണ്ടാവും. ഇതിന് ലോങ് ടേം എഫക്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും പാകിസ്ഥാൻ ഇതൊക്കെ വെച്ചിട്ട് പറയാൻ പറ്റില്ല, ശത്രുരാജ്യം ആരായാലും. അതേപോലെ യുപിയിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്തരത്തെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ടല്ലേ ഇപ്പോ അവിടെ ഇന്ത്യയുടെ അതിർത്തിയില്
രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ടല്ലേ ഇന്ത്യ ആ അതിർത്തി കടന്നുകൊണ്ട് വരാൻ സാധിക്കുന്നത്, പട്ടാള രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട്. അതേപോലെ തന്നെ ഈ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത ആരാണ്? ഈ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തത് BJP നേതാവ് അറസ്റ്റിലായതാണ്. അതാ ഞാൻ പറയുന്നത്. ഇത് അടുത്ത് നോക്കൂ. ഇതൊക്കെ ഈ ന്യൂസുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്താ? ഈ ന്യൂസുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആൾക്കാർ പ്രത്യേക മതപ്പേരുള്ള ആൾക്കാർ, മതത്തിന്റെ പേരുള്ള ആൾക്കാരാണ്, പ്രത്യേക രാഷ്ട്രീയ സംഘടനയുള്ള ആൾക്കാരാണ്, കപട രാജ്യസ്നേഹികളായ ആൾക്കാരാണ്. അപ്പൊ ഈ വിഷയം, അതും പ്രത്യേകിച്ച് ഇതിൽ കാണാൻ സാധിക്കും UP സ്വദേശികളായ 2 ആൾക്കാരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ സമയത്തൊന്നും ഈ വികാരം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് കാണാൻ പറ്റാത്ത? ഇതൊരു കപടമായിട്ടുള്ള ഒരു വികാരം മാത്രമേ ഉള്ളൂ. ഇതിനെ കൊണ്ട് സത്യസന്ധമായിട്ടുള്ള വികാരമൊന്നുമല്ല ഇത്. ഇതിപ്പോ മുസ്ലിങ്ങള് കാശ്മീരിൽ മുസ്ലിം പേരുള്ള കുറെ തീവ്രവാദികൾ എന്തോ ചെയ്തു. അപ്പൊ അതിന് മൊത്തം മുസ്ലിം ഉത്തരം പറയണം. ഈ സമയത്തൊന്നും നമ്മൾ ഞങ്ങൾ കണ്ടില്ലല്ലോ ഒരു ഹൈന്ദവ സംഘടനയും വന്നിട്ട് അയ്യോ പാക് ചാരന്മാർക്ക് വിവരങ്ങൾ കൈമാറി സോറി മാപ്പ് പറയുന്നേ, ഞങ്ങളുടെ ഹിന്ദുമത വിശ്വാസികളായ ആളുകൾ ചെയ്ത് തെറ്റിന് ഞങ്ങൾ മാപ്പ് പറയുന്നേ, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെ ഈ ഹൈന്ദവ മതം അങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ക്ലാസ് നടത്തിയിട്ടില്ലല്ലോ. കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിച്ചപ്പോൾ മാർട്ടിൻ ബോംബ് പൊട്ടിച്ച സമയത്ത് ക്രൈസ്തവരെല്ലാം റോട്ടിൽ ഇറങ്ങിയിട്ട് എല്ലാവർക്കും നോട്ടീസ് ഉടനെ കൊടുത്തിരുന്നോ? ഈ ഞങ്ങളുടെ മതം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നോ? അതിൽ കളമശ്ശേരി ഭീകരാക്രമണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ അവന്റെ പ്രശ്നം തന്നെ എന്തായിരുന്നു? ഈ പറയുന്ന ദേശീയവാദത്തിനെതിരെയാണ് അവിടെ കൂടിയിരിക്കുന്ന ക്രൈസ്തവരെന്നുള്ളതായിരുന്നു. അതായത് പക്ക കാസയുടെ വാദം. കാസയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നോ സാക്ഷി പോലെയുള്ള മറ്റ് ക്രൈസ്തവ ഓർഗനൈസേഷൻസ് എന്നോ ഇത് കിട്ടിയിട്ടായിരിക്കണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ അനിൽകുമാർ അയ്യപ്പനെ പോലെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അനിൽ കൊടിത്തോട്ടത്തെ പോലെയുള്ള ആൾക്കാരോ, അതല്ല എനിക്ക് കാസയുടെ തന്നെ വേറെ അങ്ങനെയുള്ള കണ്ടന്റുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഉത്പാദകരെ തിരിച്ചറിയുകയും അവരെ പിന്നെ ആ നിലക്ക് തന്നെ ഭരണകൂടമായാലും സംസ്ഥാന സർക്കാരിന് കൈകാര്യം ചെയ്യുന്ന അനിവാര്യമാണ്. നമ്മുടെ നാടിന്റെ സ്വൈര്യ വ്യവഹാരത്തിന് അനിവാര്യമാണ്. വേറൊരു ന്യൂസ് ഞാൻ ഇന്ന് തന്നെ ശ്രദ്ധപ്പെട്ടത്, ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പഹൽഗാമിലെ ഭീകരരെ കണ്ടെത്തിയാൽ ഉടനെ ആക്രമണം. നോക്കിയാ, ഇത് ഞാൻ ലിങ്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യക്കാരെ നിരായുധരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാരെ ആക്രമിച്ച ഭീകരരെ കണ്ടെത്തിയാൽ ഉടനെ അവിടെ വെച്ച് ആക്രമിക്കണം എന്നാണ്. ഇതിപ്പോ ആയതുകൊണ്ട് എന്ത് ചെയ്യും? അവരപ്പം കണ്ടാ വെടിവെച്ച് കൊല്ലണം. ഇതൊരു 1000 കൊല്ലം മുമ്പാണെങ്കിൽ എന്താ പറയാ, കണ്ടെടുത്ത് വെട്ടണം എന്ന്. ഇത് ഒരു അനിവാര്യമായ യുദ്ധഘട്ടത്തിൽ ഇസ്ലാം പറഞ്ഞതിന്റെ പേരിലാണ് കണ്ടോ ഇസ്ലാം ഭീകരതയുടെ മതമാണ് എന്ന് പറഞ്ഞു. ആ കണ്ടെടുത്ത് വെട്ടണം എന്ന് പറയുന്നത് തൊട്ട് മുമ്പേ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു നിരപരാധിയെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെ കൊന്ന പോലെയാണ്, ഒരാളെ രക്ഷിച്ചാൽ ലോകത്തുള്ള മുഴുവൻ ആളെ രക്ഷിച്ച പോലെയാണ്. അത് കഴിഞ്ഞ് എന്നിട്ട് നിങ്ങളുടെ യുദ്ധത്തിന് വന്നാൽ, നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഭീകരരെ കണ്ടെത്തിയാൽ ഉടനെ ആക്രമിക്കണം എന്ന് സൈന്യം ഓർഡർ കൊടുത്ത പോലെ തന്നെ 1500 കൊല്ലം ശുദ്ധവാൻ പറഞ്ഞു, നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടണം. അതേപോലെ അഭയാർത്ഥികളെ, അഭയം തേടി വരുന്ന ആൾക്കാരെ സംരക്ഷിക്കാനും സംരക്ഷിക്കാനും. യെസ്. അതെ. അപ്പൊ ഇതൊക്കെ എടുത്തിട്ടാണ് ഇസ്ലാം ഭീകരതയുടെ മതമാണെന്ന് പറയുന്നത്. ഇതൊക്കെ സത്യസന്ധമായി നിഷ്പക്ഷമായിട്ട് ഇസ്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് എന്താണ് ഇസ്ലാം എന്നും ഇസ്ലാം ഒരു നിലക്കും ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നും, പിന്നെ ഒരു പ്രായോഗികം എന്ന മതം എന്നുള്ള നിലക്ക് ഇസ്ലാം എല്ലാ കാലത്തേക്കും ആവശ്യമായ ഒരു പ്രായോഗിക മതമാണ്. യുദ്ധമില്ലാത്തൊരു കാലഘട്ടം ഒരിക്കലും ഇല്ല. ആ യുദ്ധത്തിൽ പോലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും പിന്നെ രാവിലെ എണീറ്റാൽ എങ്ങനെ, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ, ബാത്റൂമിൽ പോകുമ്പോൾ എങ്ങനെ, ഒരു അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ, ഒരു സമൂഹത്തോട് ഇടപഴകുമ്പോൾ എങ്ങനെ, ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെ, രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെ, യുദ്ധമുണ്ടായാൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്ന ഒരു മതം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം യുദ്ധത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം എടുത്തിട്ട് ഇസ്ലാം ഭീകരതയുടെ മതമാണെന്ന് പറയുന്ന ആളുകൾ സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുക എന്ന് മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ.